എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ കോടതിയിൽ നിന്നും ഇറങ്ങിയ പ്രകാശനും അതുപോലെ വിക്രവും കൂടി ശരണ്യയുടെ വീട്ടിലെത്തുകയാണ്. അവിടെ വന്നതും തന്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുക. ഇനിയിപ്പം രക്ഷയില്ലമ്മേ, നമ്മൾ ഇനി ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ശരണ്യയും വിക്രവും തമ്മിലുള്ള ഇരിപ്പുവശം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം മൊത്തത്തിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലും അമ്മ തന്റെ മകൻ പറഞ്ഞ വാക്കുകളും കേട്ട് പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവരെല്ലാം വാരി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശരണ്യ വരികയാണ്. ശരണ്യയെ കണ്ടതും വിക്രം ഒന്ന് പകച്ചു. എന്നാൽ കൂടിയും പ്രകാശൻ നല്ല ധൈര്യത്തോടു കൂടി ശരണ്യയോട് പറയുക, ഞങ്ങൾ ഇനി നിന്റെ ഔദാര്യത്തിൽ ഇവിടെ കഴിയാൻ തീരുമാനിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ മകനും അമ്മയും കൂടി ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് എന്നുള്ള കാര്യം. അല്ല, ഇവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യം ശരണ്യ ചോദിക്കുമ്പം അത് നിന്നോട് പറയേണ്ടതും ബോധ്യപ്പെടുത്തേണ്ടതുമായ ഒരു ആവശ്യവും ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞ് പ്രകാശൻ തന്റെ മകന്റെയും അമ്മയുടെയും കൈ പിടിച്ച് ആ വീടിന്റെ പടി ഇറങ്ങുകയാണ്. പിന്നീട് ഇവർ ചെല്ലുന്നത് നമ്മുടെ രതീഷിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ രതീഷ് ആണെങ്കിൽ ഉമ്മറത്ത് തന്നെ ഉണ്ട്. പുള്ളിക്കാരൻ വരുന്നത് കണ്ടപ്പോഴത്തേക്കിനും രതീഷിന് പിടികിട്ടി. കൂടും കൊടുക്കുകയും ഒക്കെ എടുത്ത് അമ്മയും മകനും കൊച്ചുമകനും കൂടി ഇവിടെ സ്ഥിര താമസത്തിന് വന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ പകുതി വഴിയിൽ നമ്മുടെ രതീഷ് അവരെ ബ്ലോക്ക് ചെയ്യുക. അല്ല, എന്താണ് എല്ലാരും കൂടി, അതും ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട്. മോനെ, നീ ഇവിടുത്തെ അവസ്ഥകളൊക്കെ അറിഞ്ഞില്ലേ? ദേ, ആ കല്യാണി കാരണം നമ്മുടെ വിക്രത്തെ ശിക്ഷിക്കുമെന്നാ തോന്നുന്നത്. അതുകൊണ്ട് മോനെ, അച്ഛമ്മ പറയുന്നത് ഒന്ന് കേൾക്കണം. ദേ, ഞങ്ങൾ കൂടി ഇവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും രതീഷ് പറയുകയാണ്, അതെ, നിങ്ങൾ ഇവിടെ നിർത്താനായിട്ട് ഇഷ്ടമില്ലാത്ത കൊണ്ടൊന്നും അല്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിനും എൻ്റെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതിക്കും ഒക്കെ നല്ലത് നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കാതിരിക്കുന്നത് തന്നെയാ. അതുകൊണ്ട് വഴിച്ചെലവിന് വല്ല പൈസയും വേണമെങ്കിൽ അത് ഞാൻ തന്നുവിടാന്നും പറഞ്ഞ് രതീഷ് അവന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് കാശെടുത്ത് പ്രകാശിന് നേരെ നീട്ടുകയാണ്. അപ്പൊ പ്രകാശൻ ഭയങ്കര അഭിമാനിയാണ്. മരുമകൻ തന്നതാണെങ്കിലും അത് വാങ്ങാതെ ഇരിക്കുമ്പോഴത്തേക്കിനും ഉടനെ നമ്മുടെ മൂങ്ങാ മുത്തശ്ശി, മോനെ ഇങ്ങ് തന്നേര്, ഇവൻ വലിയ അഭിമാനിയാണ്, അതുകൊണ്ടാണ് അവൻ കാശ് വാങ്ങിക്കാത്തത്. അഭിമാനം കൂടിപ്പോയതാണല്ലോ ഇപ്പൊ പ്രശ്നം. മകൻ ആൾക്കാരെ കൊന്നും അതുപോലെ മോഷണം ചെയ്തും ഒക്കെ കൊണ്ടുവരുന്ന കാശ് അത് കൈനീട്ടി വാങ്ങിക്കുന്നതിന് ഒരു അഭിമാനവും ഇല്ല. അല്ലാതെ ഞങ്ങളിപ്പോ അന്തസ്സായിട്ട് പണിയെടുത്തുണ്ടാക്കി തരുന്ന കാശ്, ആ കാശ് മേടിക്കാനാ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും മോനെ രതീഷേ, കാദംബരിക്ക് മാസം തികഞ്ഞു വരികയല്ലേ, അപ്പം അവളുടെ സഹായത്തിന് അച്ഛമ്മയെങ്കിലും ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എൻ്റെ പൊന്നോ, നിങ്ങളും നിങ്ങളുടെ മകനും ഒക്കെ കൂടിയല്ലേ ഇനി എൻ്റെ ഭാര്യയുടെ വയറ്റിലുള്ളത്. പെൺകൊച്ചെങ്ങാനും ആണെങ്കിൽ അതിനെ കൂടി നിങ്ങൾ കൊന്നെടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ യാതൊരുവിധ സേവനവും വേണ്ട. ഇപ്പതാ മാസം തികയുന്നത് വരെ കല്യാണി പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് വന്നോളാൻ. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളതും എല്ലാ സാധനങ്ങളും അവൾ സമയാസമയം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞ് രതീശനാണെങ്കിൽ നമ്മുടെ പ്രകാശന്റെ അടുത്ത കാര്യങ്ങൾ പറയുകയാണ്. അപ്പം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. വിക്രമാണെങ്കിൽ ശോഭിക്കുന്നൊക്കെ ഉണ്ട്. തന്നോടൊക്കെ സഹായം ചോദിച്ചു വന്നാൽ ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞ് വിക്രം തന്റെ അച്ഛനെയും അച്ഛമ്മയും കൂട്ടി അവിടുന്ന് പടിയിറങ്ങുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ദീപയാണെങ്കിൽ വഴിക്കണ്ണുമായിട്ട് ഇരിക്കുക. തന്റെ മകൾ കോടതിയിൽ പോയിട്ട് എന്തായെന്നൊന്നും അറിയത്തില്ലല്ലോ. ആ ദുഃഖത്തിലൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുമ്പം കിരണിന്റെയും കല്യാണിയുടെയും വണ്ടി വരികയാണ്. അപ്പം ഇവർ വന്ന് ഇറങ്ങിയതും അപ്പുറേ നിന്ന് നമ്മുടെ ശാരിയും സരിയും കൂടി, അല്ലമ്മ ഇവളെ ശിക്ഷിച്ചില്ലേ? അല്ല, ഇന്ന് തന്നെ വിധി വരുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. മോളെ, കോടതി വിധി വരാൻ എന്തായാലും 2-3 ദിവസമൊക്കെ പിടിക്കും. കാലതാമസം ഉണ്ടാകുമെന്നേ. അന്നേരം എന്തായാലും ഇവൾ ഇതുപോലെയൊന്നും ആയിരിക്കില്ല വരുന്നത്. ഇവള് നേരെ സെൻട്രൽ ജയിലിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് എൻ്റെ മോള് സമാധാനപ്പെടുക കേട്ടോ എന്നും പറഞ്ഞ് സരയുവിനെ ആശ്വസിപ്പിക്കുകയാണ് ശാരി. അപ്പം ഇപ്പുറത്ത് നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇതുങ്ങൾ ഇവിടെ വട്ടുപിടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ദീപയാണെങ്കിൽ മോളെ പോയിട്ട് എന്തായെന്ന് ചോദിച്ച് കല്യാണിയുടെ വിവരങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മയുടെ മോള് ചില്ലറക്കാരിയൊന്നും അല്ല. എന്ത് പെർഫോമൻസ് ആയിരുന്നു ഇവളെ കോടതിയിൽ കാഴ്ചവെച്ചതെന്ന് അറിയാവോ? അമ്മ അവിടെ വേണമായിരുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മ കല്യാണി തന്റെ മകളാണെന്നുള്ള കാര്യം ആലോചിച്ച് അഭിമാനം കൊണ്ടേനെന്ന് പറയുകയാണ്. അപ്പൊ കിരൺ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ദീപയാണെങ്കിലോ, മോളെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. അമ്മേ, ആ ക്രിമിനല് എൻ്റെ ആങ്ങളെയാണെങ്കിൽ കൂടിയും അവന് വേണ്ടുന്ന ശിക്ഷ തന്നെ കോടതി കൊടുത്തോളും. എന്തായാലും അവനെ പൊളിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ള കാര്യമൊക്കെ കല്യാണി പറയുക.
എന്തായാലും ആ കാര്യത്തിൽ ഒരു ആശ്വാസം ഉണ്ടല്ലോ. എൻ്റെ മോള് വാ, മോൾക്കും മോനും ഒക്കെ ഇഷ്ടപ്പെട്ടത് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ഇവരങ്ങ് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ രാഹുലിനെയും കൊണ്ട് മനോഹരൻ വരികയാണ്. അപ്പൊ മനോഹർ വന്നതും ഇനിയിപ്പോ നല്ല കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. കിരണും കല്യാണിയും ഒക്കെ ഉമ്മറത്ത് നിൽക്കുന്നുണ്ട്, ദീപയും അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ സരയു വന്നിട്ട് പറയുക, അമ്മേ, അച്ഛനെ വണ്ടിയിൽ നിന്നും പുറത്തിറക്കി കഴിഞ്ഞാലോ ഒരു കാരണം വെച്ചാലും അധിക സമയം മുറ്റത്ത് നിർത്തണ്ട, പെട്ടെന്ന് വിളിച്ച് അകത്ത് കയറ്റിക്കോണം. ഇപ്പം കുറച്ച് മെന്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ സന്തോഷമൊക്കെ കണ്ടു കഴിയുമ്പം അച്ഛൻ ഇത് വീണ്ടും കൂടുകയുള്ളൂ. അതുകൊണ്ട് അമ്മ അച്ഛനെ പിടിച്ച് അകത്ത് കയറ്റെന്ന് പറയുമ്പോഴത്തേക്കിനും രാഹുലാണെങ്കിലോ, എന്നെ ആരും പിടിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാം കയറി വരാനായിട്ട്. അങ്ങനെ രാഹുൽ വീടിനകത്തോട്ട് കയറുമ്പോഴും രൂക്ഷമായിട്ട് കല്യാണിയെയും അതുപോലെ മനോഹറിനെയും നോക്കുകയാണ്. രണ്ടുപേരാണ് ഈ പുള്ളിക്കാരൻ ഇപ്പൊ ശല്യമായിട്ടുള്ളത്. മനോഹർ സരയുവിന്റെ ജീവിതത്തിൽ നിന്നും കല്യാണി കിരണിന്റെ ജീവിതത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ സരയുവിനെയും കിരണിനെയും കൂടി ഒരുമിപ്പിക്കാം എന്നുള്ള ആ ഒരു വ്യാമോഹമാണ് നമ്മുടെ ബകാസുരനുള്ളത്. അപ്പം ബകാസുരനാണെങ്കിൽ അകത്തോട്ട് പോയ പാടെ തന്നെ ശാരിയാണെങ്കിലോ, നിങ്ങളുടെ ക്ഷീണമൊക്കെ മൊത്തത്തിൽ മാറിയല്ലോ അല്ലേ? എടി, എന്റെ ക്ഷീണം മാറിയിട്ടൊക്കെ ഉണ്ട്, എനിക്ക് വലിയ ഭ്രാന്തൊന്നും ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ മാത്രം മതി. ചില സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നിനക്ക് നിന്റെ മകൾക്കും ഒക്കെ വട്ടിളകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ പെറുപെറുക്കാണ്. അപ്പം ശാരി പറയുന്നുണ്ട്, ഇങ്ങർക്ക് ശരിക്കും അത് മാറിയിട്ടില്ലെന്നാ തോന്നുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇത് എന്തായി തീരുമോ എന്തോ, അങ്ങനെ അവർ ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലും നമ്മുടെ മനോഹർ കിരണിനെ ഹായ് ഒക്കെ കാണിച്ചാണ് അകത്തോട്ട് കയറി പോകുന്നത്. കിരണും കല്യാണിയും ഒക്കെ അകത്തോട്ട് പോയതും നമ്മുടെ ബകാസുരൻ കുളിച്ച് ഒരുങ്ങി റൂമിലേക്ക് വരികയാണ്. അപ്പം വരുമ്പോഴത്തേക്കിനും ശാരിയും സരയും കൂടി എന്തോ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ വാതിൽക്കൽ നിൽക്കുമ്പോഴത്തേക്കിനും ബകാസുരൻ അവരെ രണ്ടുപേരെ ഒന്ന് നോക്കി. അതെ അമ്മ പോയി ഇപ്പൊ തന്നെ ചോദിക്കെന്നും പറഞ്ഞ് നമ്മുടെ സരയുവാണെങ്കിൽ ശാരിയെ ഇങ്ങനെ എരികേറ്റി വിടുകയാണ്. അങ്ങനെ രാഹുലിന്റെ അടുത്ത് വന്നിട്ട്, അതെ, ഞങ്ങളൊരു കാര്യം അറിഞ്ഞു, നിങ്ങൾ പറഞ്ഞിട്ടാണല്ലേ രൂപ ഈ നാടകമൊക്കെ കളിക്കുന്നത്. അപ്പം ഉടനെ തന്നെ ഒന്നും മനസ്സിലാകാത്ത പോലെ തന്നെ രാഹുൽ ശാരിയോട് ചോദിക്കുകയാണ്, എന്താ ശാരി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, നിങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. എന്തായാലും രാഹുലേട്ടാ, നിങ്ങൾ ചില കളികളൊക്കെ കളിക്കുന്നില്ലേന്ന് ശാരി ചോദിച്ചതും നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കുകയാണ് രാഹുൽ. അതെ, നിങ്ങൾ അവിടെ മരുന്നൊക്കെ കഴിച്ച് കിടക്കുന്ന ആ ഒരു സമയത്ത് രൂപയോട് സംസാരിച്ചില്ലേ? രൂപയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടായിരുന്നു, അങ്ങനെയാ ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഇനിയിപ്പം അത് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു പിടിക്കുമെന്നും വേണ്ടാന്നും പറഞ്ഞ് ശാരിയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ, എടി, ഇങ്ങനെ പല സത്യങ്ങളും ഉണ്ട്, പലതും ഞാൻ മറച്ചു പിടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വട്ടനെന്നും ഭ്രാന്തനെന്നും ഒക്കെ മുദ്ര കുത്തുന്നത്. ഇവിടെ വേറൊരുത്തനുണ്ടല്ലോ, ആ അലവലാതി, എടി നിന്റെ ഭർത്താവെന്നും പറഞ്ഞ് സരയുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കിന് സരയുവിന് ദേഷ്യം വന്നു. ദേ അച്ഛാ, സംഭവമൊക്കെ ശരി തന്നെയാണ്, എന്റെ മനുവേട്ടനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും നിന്റെ മനുവേട്ടൻ അവനെ ഉണ്ടല്ലോ, അവനെ കാലേ വാരി ഞാൻ അടിക്കുമെന്നുള്ള കാര്യം രാഹുൽ ഇങ്ങനെ പറഞ്ഞതും സരയുവിന് ദേഷ്യം വന്നു. ഇനി ഇങ്ങനോട് സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ഉള്ള നിയന്ത്രണങ്ങളൊക്കെ പോകുമെന്നും പറഞ്ഞ് അവള് ആ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് അച്ചമ്മയും അതുപോലെ തന്നെ പ്രകാശനും നമ്മുടെ വിക്രവും കൂടി ഹോട്ടലിൽ ഒരു റൂം എടുത്ത് ആ റൂമിലിരുന്ന് കഥ പറയാണ്. എന്നാലും എൻ്റെ വിക്രമെ, നീ ഇത്രയും വലിയൊരു ദുഷ്ടനായി തീർന്നല്ലോ, നിന്നെ ഞങ്ങൾ പൊന്നുപോലെ അല്ലേടാ വളർത്തിയത്, എന്തുമാത്രം പഠിപ്പുണ്ടായിരുന്ന ചെറുക്കനാണ്, ഇപ്പം മോഷണം തൊഴിലാക്കി വെച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞ് അച്ചമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുക. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ പ്രകാശം പറയുന്നുണ്ട്, അമ്മേ, ഇനിയിപ്പം നടന്നതൊക്കെ നടന്നു, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇത് കല്യാണി, അവൾ ആ കേസിൽ വിജയിക്കാൻ പാടില്ല, കേസ് അനുകൂലമായി നമ്മുടെ മകന് തന്നെ വരണം. എന്തായാലും എൻ്റെ മകനായി പോയില്ലേ, ഇവനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ മൂങ്ങാമുത്തശ്ശി പറയുന്നുണ്ട്, എടാ, ഏത് പെണ്ണും ചെയ്യാത്തൊരു കാര്യമാണ് ശരണ്യ ചെയ്തത്. അവളുടെ ഭർത്താവിനെ ഇങ്ങനെ അവശ നിലയിലാക്കി ഒരുത്തനെ കല്യാണം കഴിച്ച് അവനോട് പ്രതികാരം ചെയ്യുന്ന കാര്യം എന്തായാലും അവളെ സമ്മതിക്കണം. ശരണ്യയെ പോലെയുള്ള ഒരു പെണ്ണ്, അവള് ഇത്രയും കാലമായിട്ട് നിന്നെ ഒരിറ്റുപോലും സ്നേഹം തന്നല്ലല്ലോ നിലനിർത്തിയത് എന്നുള്ള കാര്യം അമ്മുമ്മ ചോദിക്കുമ്പോഴത്തേക്കിനും, അമ്മുമ്മ നിങ്ങൾ എന്തറിഞ്ഞിട്ടാ? അവളുടെ വീട്ടിൽ ഞാൻ താമസിച്ച സമയത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണല്ലോ. എന്താ നിങ്ങൾ അതെല്ലാം അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ ഇരിക്കുന്നത്? അവൾ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്.
എന്തായാലും ഇനി അവളെ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. അവൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഞാനും അവളും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം അത് വിക്രം ഇങ്ങനെ പറയുമ്പോൾ മൂങ്ങാമുത്തശ്ശി ഇങ്ങനെ വായും പൊളിച്ചിരിക്കുക. എൻ്റെ പൊന്നു മകനെ, ഇതുപോലെ ഒരു നാണക്കേട് നമ്മുടെ കുടുംബത്തിന് ഇനി വരാനേ ഇല്ല. ഇത്തരം നാണക്കേടുകളൊക്കെ ഉണ്ടാക്കുന്ന ചെറുപ്പക്കാർ അത് പണ്ട് കാലത്തായിരുന്നെങ്കിൽ അവർ ഒരു മുഴം കയറിൽ കെട്ടിത്തൂങ്ങിയേനെ എന്നുള്ള കാര്യം മുത്തശ്ശി പറയുമ്പം പ്രകാശനാണെങ്കിൽ കണ്ടില്ലേടാ, നിന്റെ മുത്തശ്ശി പറയുന്ന കാര്യം നീ കേട്ടില്ലേടാ എന്ന് ചോദിക്കുക. എത്രമാത്രം വേദനകൾ ഉള്ളിൽ സഹിച്ചു വെച്ചിട്ടായിരിക്കും മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിന്നെ പൊന്നുപോലെ വളർത്തിയതാടാ ഞങ്ങള്, എന്നിട്ട് നീ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് എന്താ? വെറും പേരുദോഷം മാത്രമൊന്നും പറഞ്ഞ് വിക്രത്തെ പഴിചാരി രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പം നമ്മുടെ പ്രകാശനാണെങ്കിൽ തല പെരുത്ത് വരിക. 2 ദിവസത്തിനുള്ളിൽ കോടതി വിധി വരും. ആ വിധി തൻ്റെ മകനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിധിയാണെങ്കിൽ അമ്മ നമ്മൾ രണ്ടുപേരും ഇനി ഇവനെ കാണണമെങ്കിൽ ജയിലിലേക്ക് തന്നെ പോവേണ്ടി വരുമെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന പ്രകാശനെ ഈ മൂങ്ങാമുത്തശ്ശിയെയും വിക്രത്തെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. നമ്മുടെ അവതരണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചുമ്മാ അങ്ങ് കമൻറ്റ് ചെയ്തേക്കുന്നേ. അപ്പോൾ ഓക്കെ, ബൈ.